آله وأصحابه ومن اهتدى بهداه واستنى بسنته إلى يوم الدين. أما بعد. شيخ الإسلام ابن عبد الوهاب رحمه الله എഴുതിയിട്ടുള്ള കിതാബ് തൗഹീദാണ് നമ്മൾ വായിക്കുന്നത്. ഇതിലെ 10 ബാബുകൾ നമ്മൾ വായിച്ചു. കഴിഞ്ഞ ആഴ്ച ബാബു ദബഹു ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നതിന്റെ ബലിയറുക്കുന്നതിന്റെ വിധികൾ, അത് ശിർക്കാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം ആണ് നമ്മൾ വായിച്ചത്. അടുത്ത ബാബ് ബാബുൻ ലാ യുദ്ബഹു ലില്ലാഹി ബിമകാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി അറുക്കുന്ന ബലി നടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ പോലും ബലിയറുക്കാൻ പാടില്ല എന്ന അധ്യായം. ഈ അധ്യായത്തിൽ 2 ദലീലുകളാണ്, ഒരു ആയത്തും ഒരു ഹദീസുമാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ദലീൽ ആയത്ത് അല്ലാഹു തആല പറയുന്നു വഖൗലുല്ലാഹി തആല ലാ തഖും ഫീഹി അബദ, മസ്ജിദുൽ ദിറാറിനെ കുറിച്ച്, മദീനയിലെ മുനാഫിഖുകൾ ഉണ്ടാക്കിയ മസ്ജിദുൽ ദിറാർ എന്ന പള്ളിയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് ലാ തഖും ഫീഹി അബദ, ആ പള്ളിയിൽ പോയി നീ നമസ്കരിക്കരുത്. രണ്ടാമതായി ഒരു ഹദീസാണ് അൻ സാബിത് ഇബ്നു ദഹ്ഹാഖ് റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബി പറയുന്നു ഖാല നദറ റജുലുൻ, ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബി നേർച്ചയായി അൻ യൻഹറ ഇബിലൻ ബിബുവാന, കുറച്ച് ഒട്ടകങ്ങളെ ബുവാന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ബലിയറുക്കാൻ വേണ്ടി. ഫസഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിപ്രായം ചോദിച്ചു അവിടെ പോയി അറുക്കുന്നതിനെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹൽ കാന ഫീഹാ വസനൻ മിൻ ഔസാനിൽ ജാഹിലിയ്യതി യുഅബദ്, ജാഹിലിയ കാലത്ത് അവിടെ ആളുകൾ ആരാധിക്കുന്ന വല്ല വിഗ്രഹവും ബിംബവും ഉണ്ടായിരുന്നോ? ഖാലൂല, സ്വഹാബത്ത് പറഞ്ഞു ഇല്ല, അങ്ങനെ ഒരു ബിംബമുള്ള സ്ഥലമല്ല. ഖാല, അവിടെ ചോദിച്ചു ഫഹൽ കാന ഫീഹാ ഈദുൻ മിൻ അയാദിഹിം, ജാഹിലിയ കാലത്ത് മുശ്രിക്കുകളുടെ കാഫിറുകളുടെ എന്തെങ്കിലും ഈദ് ആഘോഷം അവിടെ നടക്കാറുണ്ടോ? അവിടെ വല്ല ഉത്സവം നടക്കുന്ന സ്ഥലമാണോ? ഖാലൂല, അല്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഔഫി ബിനദ്രിക, അങ്ങനെയാണെങ്കിൽ നിന്റെ നേർച്ച നീ വീട്ടുക. ഫഇന്നഹു ലാ വഫാഅ ലിനദ്രിൻ ഫി മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി ചെയ്ത നേർച്ച, അതായത് ഹറാം ഞാൻ ചെയ്യും എന്നാരെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരാൾ നേർച്ചയാക്കിയിരിക്കുകയാണ് ഞാൻ മോഷ്ടിക്കും, ഇത്ര രൂപ ഞാൻ മോഷ്ടിക്കുമെന്ന് നേർച്ച, ആ നേർച്ച വീട്ടേണ്ടതില്ല. വലാ ഫീമാ ലാ യംലികു ഇബ്നു ആദം, മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത നേർച്ചകളും വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും ഈ ബാബുമായി നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ട ഫായിദകൾ. ഒന്നാമത്തേത് എന്താണ്? അള്ളാഹുവിന് പുറമെ മറ്റു വല്ല ഇലാഹിനും ബലിയെറുക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ബലിയെറുക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമാണ്. എന്തുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറഞ്ഞത്? കാരണം അതില് തശബ്ബുഹു ബിൽ കുഫാർ, കാഫിറുകൾ അനുകരിക്കുന്ന പ്രവൃത്തിയാണ്. അവിടെ പോയി ബലിയെറുക്കുക എന്നത് കാഫിറുകൾ ചെയ്യുന്ന പണിയാണ്. അവർ അവിടെ ബലിയെറുക്കും, അതുപോലെ തന്നെ അവിടെ മറ്റാരാധനകൾ ചെയ്യും. നമ്മളവരെ പോലെ ശിർക്ക് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അവരെ അനുകരിച്ചു. ഇസ്ലാം ശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണ് ഒരു മുസ്ലിം മുശ്രിക്കുകൾ അനുകരിക്കാനുള്ളത്. 4 തരത്തിലുള്ള അനുകരണം തശബ്ബുഹ് ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. ഒന്ന്, പിശാചിനെ അനുകരിക്കുന്നത്. വിശ്വാസം പറഞ്ഞിട്ടുണ്ട് വലത് കൈ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ, കാരണം പിശാചാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ പിശാചിനെ അനുകരിക്കാൻ പാടില്ല. രണ്ടാമത്തേത് കുഫാറുകളെ അനുകരിക്കാൻ പാടില്ല, സത്നശേരികളെ അനുകരിക്കാൻ പാടില്ല. അവർക്ക് ഖാസായിട്ടുള്ള അവർ മാത്രം ചെയ്യുന്ന പ്രവൃത്തി. കുറികളോട് കുരിശുമാല ധരിക്കുക, അതുപോലെ അവരണിയുന്ന പ്രത്യേക നിറത്തിലുള്ള വസ്ത്രങ്ങൾ, അതുപോലെ സ്ത്രീകൾ അവരുപയോഗിക്കുന്ന തരത്തിലുള്ള വസ്ത്രവും, അതുപോലെ തന്നെ അവരുടെ പൊട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇങ്ങനെ അവർക്ക് എന്തൊക്കെ ഖാസായിട്ടുള്ള, അതവരുടെ വേഷമാകട്ടെ, ആരാധനയാകട്ടെ, ഭക്ഷണ രീതിയാകട്ടെ, എന്തായിരുന്നാലും ആ കാര്യത്തിൽ അവരെ അനുകരിക്കാൻ പാടില്ല. മൂന്നാമത്തേത് മൃഗങ്ങളെ അനുകരിക്കാൻ പാടില്ല. മനുഷ്യർ ചെയ്യാത്ത മൃഗങ്ങൾക്ക് ഖാസായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് മൃഗങ്ങൾ കുടിക്കുന്നത് പോലെ, നായ കുടിക്കുന്നത് പോലെ കുടിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. നാലാമത്തേത് സ്ത്രീകൾ പുരുഷന്മാരെ സ്ത്രീകളെയും അനുകരിക്കാൻ പാടില്ല. വിശ്വാസം ശപിച്ചിട്ടുണ്ട്. പുരുഷന്മാരെ അനുകരിച്ച് നടത്തുന്ന സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയുള്ള തശബ്ബുഹ് ഇതിലുണ്ട്, അതുകൊണ്ടാണ് ഇത് ഹറാമാക്കി. ഇനി തശബ്ബുഹ് എന്ന് പറഞ്ഞാൽ എല്ലാ തശബ്ബുഹും ഒരുപോലെയല്ല. ഇപ്പൊ ചില ആളുകൾ
പാന്റ് ഇടുന്നതിനെ പറ്റി പറഞ്ഞിട്ട് അതിൽ കവിഞ്ഞ് അവസാനം കാഫിറിനെ പോലെ നടക്കുന്ന ആള്, കാഫിറുകളുടെ രൂപത്തിൽ നടക്കുന്ന ആള് എന്ന് നല്ല മനുഷ്യന്മാരെ പറ്റി പറയും. പാന്റ് ഇടുക എന്നുള്ളത് ഒഴിവാക്കലാണ് നല്ലത്, സംശയമൊന്നുമില്ല. അനുസരിച്ച് വെള്ളമാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. അവത്തിന്റെ ഷേപ്പ് കാണുന്ന വസ്ത്രമാണ് പാന്റ് എന്ന് പറയുന്നത്. പക്ഷെ കാഫിറുകളെ അനുകരിക്കൽ എന്ന് പറയുന്ന ആ പ്രവൃത്തി അതെല്ലാം ഒരുപോലെയല്ല. കുരിശ് തലയിൽ കഴുത്തിൽ തൂക്കുന്നതും പാന്റ് ഇടുന്നതും ഒരുപോലെയല്ല. ഉലമാക്കൾ പറയുന്നത് അനുകരണം പല മർത്തബകളുണ്ട്. ഏറ്റവും വലിയ അനുകരണം എന്ന് പറഞ്ഞാൽ കുഫറാകുന്ന കാര്യം. പുരുഷന്മാരെല്ലാം ഇട്ടാൽ നമുക്ക് കാഫറായി കടൂടി. നേരെ മറിച്ച് അതിന്റെ താഴെയുള്ള അനുകരണമുണ്ട്, അതിന്റെ താഴെയുള്ള അനുകരണമുണ്ട്. ഉലമാക്കൾ പറയുന്നത് കുഫർ മുതൽ മക്രൂഹ് വരെ, കറാഹത്ത് വരെ എത്തും അനുകരണം. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹമാണ് ഈ പാന്റിന്റെ കാര്യത്തിൽ ഏറ്റവും ശക്തമായി സംസാരിച്ചിട്ടുള്ള കാര്യം ആലോചനത്തിന്റെ. അതുപോലെ വേറെ ആരും പറഞ്ഞതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ഏറ്റവും ചുരുങ്ങിയത് കറാഹത്തെങ്കിലും ആകും എന്നാണ് ഷെയ്ഖ് പറഞ്ഞത്. ഹറാമ് അല്ലെങ്കിൽ കറാഹത്ത് എന്നാണ് ഞാൻ പറയുന്നത് എന്നാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞത്. അപ്പൊ തശബ്ബുഹ് എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെയല്ല. ചില ആൾക്കാർ പാന്റ് ഇട്ടു അപ്പൊ ഫാസിക്കായി. കാരണം തശബ്ബുഹുൽ കുഫാർ എന്നുള്ളത് വൻബാബാണ്. വൻബാബ് ചെയ്താൽ ഫാസിക്കായി. തശബ്ബുഹുൽ കുഫാർ വൻബാബല്ല. വൻബാബുണ്ട്, കുഫറുണ്ട്, ഹറാമുണ്ട്, കറാഹത്തുണ്ട്, ഒക്കെ അതിലുണ്ടാവും. എപ്പോഴാണ് അത് മക്രൂഹാവുക, എപ്പോഴാണ് ഹറാമാവുക, എപ്പോഴാണ് കബീറത്താവുക, എപ്പോഴാണ് കുഫറാവുക? അതിന്റെ അളവിനനുസരിച്ച്. അഥവാ ഇവനെ കണ്ടാൽ ഒരു മുസ്ലിം ആണോ എന്ന് സംശയം തോന്നും. ആ സംശയം കൂടുന്നതനുസരിച്ച്, ഇപ്പോ പൂരിതോട് നടക്കുന്നവരാണ് മുസ്ലിം ആണോ എന്ന് നമുക്ക് നല്ല സംശയം തോന്നും. നേരെ മറിച്ച് കാവ്യം കൊണ്ടെടുത്ത് നടക്കുന്ന മുസ്ലിമാണോ കാഫിറാണോ അത്ര സംശയം ഉണ്ടാവില്ല. മുസ്ലിം ആവാൻ സാധ്യതയുണ്ട്. കാരണം മുസ്ലിങ്ങളെല്ലാം എന്ന് വല്ലത് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന്റെ താഴെയുള്ള കാര്യങ്ങളുണ്ട്. തെറ്റുകൾ തന്നെ പല മർത്തബകളുണ്ട്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോ ഇതാണ് കാരണം. ഈ ബലികർമ്മം അള്ളാഹ്ക്ക് വേണ്ടി നടക്കുന്നത്, ബിസ്മില്ലയിലാണ് നടക്കുന്നത്. പക്ഷെ അവരുടെ വിഗ്രഹങ്ങൾ വെച്ച് അവർ പൂജ നടത്തുന്ന സ്ഥലത്ത് പോയി ഇറക്കരുത്. കാരണം അത് അവരെ അനുഗ്രഹിക്കാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തദ്ഖുലു അലൽ കുഫാരി ഫീ മആബിദിഹിം, കാഫിറുകളുടെ ആരാധനാലയങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ഫഇന്ന സഖ്തത തതനസ്സലു അലൈഹിം, കാരണം അല്ലാഹുവിന്റെ കോപം അവിടെ ഇറങ്ങും. അല്ലാഹുവിന്റെ കോപം ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ശിർക്കിന്റെ കേന്ദ്രം. അവിടേക്ക് പോകാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ ഏറ്റവും വലിയ തശബ്ബുഹാണ് അവരുടെ ആരാധനാലയങ്ങളിൽ പോകാന്നുള്ളത്. നമ്മൾ പോകുന്നത് നല്ല കാര്യത്തിനാണ്, ഇബാദത്ത് ചെയ്യാനാണ്. ആലോചിച്ച് നോക്കി, ചില ആൾക്കാർ പറയും ഇപ്പൊ പൂരം നടക്കുന്ന ദിവസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ ചടങ്ങ് നടക്കും, നമ്മളവിടെ ആരാധനയൊന്നും ചെയ്യുന്നില്ല, നമ്മളവിടെ പലഹാരം വാങ്ങാൻ പോകുന്നതാണ്, അവിടെ മാത്രം കിട്ടുന്ന ഒരു പലഹാരം അത് വാങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ അവിടെയുള്ള സർക്കസ് കാണാൻ പോകുന്നതാണ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അവിടെ കരിമരുന്ന് പ്രയോഗം, പടക്കം പൊട്ടിക്കുന്നത് കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന മുസ്ലിമുകളുണ്ട്. ഇവിടെ ഒരു ഇബാദത്തായിട്ട് പോലും നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയെങ്കിൽ ഇബാദത്തിന്റെ താഴെയുള്ള ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ പോകാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഫായിദ, ഇങ്ങനെയുള്ള കുഫറിന്റെയും ദലാലത്തിന്റെയും സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ബിദ്അത്തിന്റെ കേന്ദ്രങ്ങൾ, ഇത് ഒരു ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ അടച്ചുപൂട്ടേണ്ടതാണ്, അത് ഇല്ലാതാക്കേണ്ടതാണ്. അവരുടെ ആരാധനാലയങ്ങളുടെ വിഷയത്തിൽ ഒരു ഇളവുണ്ട്. അഥവാ ഒരു യുദ്ധമില്ലാതെ മുസ്ലിങ്ങൾ കീഴടക്കിയ ഒരു നാടാണെങ്കിൽ, യുദ്ധത്തിന് തയ്യാറാവാതെ അവർ ഒരു സന്ധിയിലൂടെ ഇസ്ലാമിന് കീഴൊതുങ്ങിയ രാജ്യങ്ങളാണെങ്കിൽ അവിടെ നിലവിലുള്ള ആരാധനാലയങ്ങൾ തകർക്കേണ്ടതില്ല. അത് കാലക്രമേണ ഇല്ലാതായി പോകുന്നവരെ അവിടെ നിർത്താം എന്നൊരു ഒഴിവുണ്ട്. അതല്ലാതെ മുസ്ലിമീങ്ങൾ ഫതഹാക്കിയിട്ടുള്ള നാടുകളാണെങ്കിൽ അവിടെ പിന്നെ രണ്ട് ദീനിന് സ്ഥാനമില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാക്കാൻ പാടില്ല. എന്താണ് കാരണം? മസ്ജിദുൽ ഖിറാറിനെ കുറിച്ചുള്ള ആയത്തിൽ തഖും ഫീഹി അബദ, ആ പള്ളിയിൽ നീ പോയി നിസ്കരിക്കരുത് എന്നുള്ള വിലക്കി. മസ്ജിദുൽ ഖിറാറിന്റെ കഥ ഇനി പറയുന്നു. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ വിശ്വാസം എന്താ ചെയ്തത്? അവിടെ നിസ്കരിക്കാൻ പോയില്ലെന്ന് മാത്രമല്ല, ആ പള്ളി പൊളിച്ചാണ് മസ്ജിദുൽ ഖിറാർ. അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടേ? അവർക്കും വേണ്ടേ പള്ളി? അവരും ഒരു മതവിഭാഗമല്ലേ, മുനാഫിഖുകൾ എന്ന് പറയുന്ന ഒരു ആദർശമല്ലേ, അവർക്കും അവരുടെ ആരാധനകൾ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് അനുവദിക്കുകയല്ല ചെയ്തത്, അതില്ലാതൊക്കെയാണ് ചെയ്തത്. മൂന്നാമത്തെ ഫായിദ, ഇങ്ങനെയുള്ള കുഫറിന്റെയും ദലാലത്തിന്റെയും മാസിയത്തുകളുടെയും കേന്ദ്രങ്ങളിൽ ഒരു കാരണവശാലും പോകരുത്. പോയാലുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് തക്സീറു സവാദി അഹ്ലിഹ, അവരുടെ എണ്ണം കൂട്ടുന്ന പരിപാടിയാണ്. ഒരു ഫിത്നയും ഫുജൂറും ഫിസ്കും ഫുജൂറും നടക്കുന്ന ഒരു സ്ഥലം, നമ്മളവിടെ പോയി, നമ്മൾ പോകുന്ന ഹലാലായ ആവശ്യത്തിനാണ്.
ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂരം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഷിർക്കിന്റെ ഒരു ചടങ്ങ് നടത്തുന്നുണ്ട്, അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാസ്യത്തില് കള്ളുഷാപ്പുണ്ട്. അപ്പൊ കള്ളുഷാപ്പിൽ പോയിട്ട് ഇപ്പൊ തെക്ക് ഭാഗത്തൊക്കെ പോയാൽ കാണാം കള്ളുഷാപ്പില് കള്ളല്ലാത്ത വേറെ സാധനങ്ങളൊക്കെ വെക്കും. അപ്പൊ അതൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോവാം. ഇങ്ങനെ ഉള്ള സ്ഥലത്ത് പോയാൽ അവരുടെ എണ്ണം കൂട്ടുന്ന പരിപാടിയാണ്. ഇപ്പൊ നോക്കുന്ന ആളുകൾക്ക് അത് ആളുകളെല്ലാം ഈ പരിപാടി പങ്കെടുക്കുന്നത് ഇതൊരു വലിയ വിജയമായി എന്ന ആളുകൾ പറയും. അങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല. അതിനുള്ള ഒന്നാമത്തെ കാരണമില്ല, അവരുടെ എണ്ണം കൂടില്ല. രണ്ടാമത്തേത് ഈമാൻ ഇല്ലാത്ത ദുർബലരായ വിശ്വാസികൾ ഉണ്ടാകും. ദുർബല വിശ്വാസികളായ ആളുകൾ, ഈമാൻ കുറഞ്ഞ ആൾ, അവർക്കൊരു ഫിത്നയുമാകും. നല്ല താടിയും വെച്ച ആള് അവിടെ പോകുന്നത്. വലിയ ഫിത്ന നിറഞ്ഞ ഒരു മാള് നാട്ടിലുണ്ട്. വേറെ സൂപ്പർ മാർക്കറ്റുകളും നമുക്ക് സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അറിയപ്പെട്ടതാണ് ഒരു ഫിസ്കിന്റെ കേന്ദ്രമാണ്. അതിനുള്ളിൽ തന്നെ തിയേറ്ററും മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ജന്മം നിറഞ്ഞ ഒരു സ്ഥാപനം. അവിടെ നമുക്ക് പോകേണ്ട അത്യാവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് താടി വെച്ച ഒരാള്, മുഖമാർച്ച സ്ത്രീകൾ ഒക്കെ പോയി കഴിഞ്ഞാൽ, ഹിജാബ് കണ്ട ആളുകൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ വിചാരിക്കും അത് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ദുർബല വിശ്വാസികളായ ആളുകൾക്ക് ഫിത്നയാണ്. മൂന്നാമത്തേത് നമ്മെ കുറിച്ച് ആളുകൾക്ക് മോശം ചിന്ത വരും. നമ്മൾ പോയത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും, പക്ഷെ ആ ഹറാം നടക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. ഇപ്പൊ പത്രം വായിക്കാൻ വേണ്ടിയിട്ട് യുക്തിവാദികളുടെ കേന്ദ്രങ്ങൾ, പാർട്ടി ഓഫീസിൽ ഒക്കെ പോയിരുന്ന ആൾക്കാർ വിചാരിക്കും ഇവൻ കമ്മ്യൂണിസ്റ്റാണ്, അല്ലെങ്കിൽ എന്നതാണ് ഇന്ന തൊലാത്തിന്റെ ആൾ എന്ന് വിചാരിക്കും. നാലാമത്തേത് ഇങ്ങനെയുള്ള മുശ്രിക്കുകളുടെയും കുഫാറുകളുടെയും മുബ്തദികളുടെയും അടുത്ത് പോയിരുന്നാൽ അവരുടെ സംസാരങ്ങൾക്കും അവരുടെ ശുഭതകൾക്കും ഇവന്റെ മനസ്സിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. സലഫുകൾ പറഞ്ഞതായി കാണാം. ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഖുലൂബു ദഈഫ വശുബഹു ഖത്താഫ. മനുഷ്യന്റെ മനസ്സ് വളരെ ദുർബലമാണ്, ശുഭഹത്തുകൾ പെട്ടെന്ന് റാഞ്ചിയെടുക്കുന്നതാണ്. അപ്പൊ ശുഭഹത്ത് എന്ന് വളരെ ശക്തമായതുമാണ്, മനസ്സ് വളരെ ദുർബലവുമാണ്. ഹഖീഖത്തിൽ ശുഭഹത്ത് ദുർബലമാണ്. പക്ഷെ നമ്മുടെ ഫിത്രത്തൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ട്, നമുക്ക് എഴുപ്പില്ലാത്തത് കൊണ്ട് എന്തായിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ ദുർബലമായി പോയിട്ടു. അതുകൊണ്ട് ശുഭഹത്തുകൾ നമ്മെ പിടികൂടാൻ സാധ്യത. അഞ്ചാമത്തേത് അന്നഹ മുതനസ്സലുൽ അദാബ് വൽ ഉഖൂബാത്ത്. ശിക്ഷ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ശിക്ഷ ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളാണ് ശിർക്കിന്റെയും കുഫറിന്റെയും കേന്ദ്രം. അപ്പൊ എന്തുകൊണ്ട് ശിക്ഷ ഇറങ്ങുന്നില്ല? അത് അല്ലാഹുവിന്റെ ഫള്. ശിർക്ക് നടക്കുന്ന ഒരു സ്ഥാപനം, കുഫർ നടക്കുന്ന ഒരു സ്ഥാപനം, അതുപോലെ മാസിയത്തിൽ നടക്കുന്ന ഒരു തിയേറ്റർ, അല്ലെങ്കിൽ ഒരു ബാർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അത് അദാബ് ഇറങ്ങാൻ തികഞ്ഞ യോഗ്യമായ സ്ഥലങ്ങളാണ്, യോഗ്യത നേടിയ കേന്ദ്രങ്ങളാണ്. എന്തുകൊണ്ട് അവിടെ ഇറങ്ങുന്നില്ല? അത് അല്ലാഹുവിന്റെ ഫളാണ്. അല്ലാഹു അവർക്ക് അയച്ചുവിട്ടതായിരിക്കാം, അല്ലെങ്കിൽ പരീക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ ഔദാര്യമായിരിക്കാം, റഹ്മത്തായിരിക്കാം, എന്തോ ആയിരിക്കാം. പക്ഷെ ഏത് നിമിഷവും അല്ലാഹുവിന്റെ അദാബ് അവിടെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ പോയി ആ അദാബ് അനുഭവിക്കേണ്ടി വരും. ഇതാണ് മൂന്നാമത്തെ ഫായ്ദ, അഥവാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാലുള്ള അപകടം. നാലാമത്തേത് മസ്ജിദുൽ ദിറാറിന്റെ കഥ. ഇപ്പൊ ഈ ആയത്തിൽ പറഞ്ഞു ആ പള്ളിയിൽ പോകരുതെന്ന് പറഞ്ഞാൽ എന്താണ് മസ്ജിദുൽ ദിറാർ? മസ്ജിദുൽ ദിറാർ എന്ന് പറഞ്ഞാൽ ഒരു സംഘം മുനാഫിക്കുകൾ, മദീനയിലുണ്ടായിരുന്ന ഒരു വലിയ തമ്മാടി, മുനാഫിക്കാണ്, വലിയൊരു തമ്മാടിയാണ്, അബൂ ഉമർ എന്ന് പറയുന്ന ഒരാൾ. അയാളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മുനാഫിക്കുകൾ കൂടി ഉണ്ടാക്കിയതാണ് മസ്ജിദുൽ ദിറാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ഉണ്ടാക്കിയ പള്ളി മസ്ജിദ് ഖുബ. ആ പള്ളിക്ക് ഒരു ബദലായി അവിടെ പോകുന്നതിന് പകരം ഇവിടെ കൂടി അവരുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അതുപോലെ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ മസ്ജിദുൽ ദിറാർ എന്ന് പറയുന്ന പള്ളി. അവരുടെ പേരല്ല മസ്ജിദുൽ ദിറാർ എന്നുള്ളത്. കാരണം മസ്ജിദുൽ ദിറാർ എന്ന് പറഞ്ഞാൽ ഒരു ഉപദ്രവമായിട്ട് ഉണ്ടാക്കിയ പള്ളി എന്നാണ് അർത്ഥം. അത് മുസ്ലിമീങ്ങൾ അവരെ വിളിച്ചതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു അവസരത്തിലാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്താണ് ഈ പള്ളി ഉണ്ടാക്കിയത്. മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വിശ്വാസം അറിഞ്ഞിട്ടില്ല. വിശ്വാസം മടങ്ങി വന്ന് ആ സമയത്ത് ഇവരെന്ത് പറഞ്ഞു, ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം. കാരണം വിശ്വാസം നമസ്കരിച്ചാൽ ആ പള്ളിക്ക് ഒരു ശാരിയായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാകും. നമസ്കരിച്ച പള്ളിയാണെന്ന് അതിന് അംഗീകാരമായി. അപ്പൊ അവർക്ക് കൂടുതൽ ആളുകളെ പിടിക്കാൻ പറ്റും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കി അബദ, അവിടെ പോയി നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കി. അങ്ങനെ ഇവരതിന് കാരണം പറഞ്ഞത്, മുനാഫിക്കുകൾ കാരണം പറഞ്ഞത് തണുപ്പ് കാലത്തൊക്കെ പള്ളിയിൽ പോകാൻ പ്രയാസം. നമുക്കറിയാം മദീന എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ മദീന അത്യാവശ്യം വലിയൊരു നാടാണ്. അവിടെ ഉണ്ടായിരുന്നത് ഒറ്റൊരു പള്ളിയാണ്, മസ്ജിദ് ഖുബ എന്ന് പറയുന്ന പള്ളി. അപ്പൊ എല്ലാ ഭാഗത്തും നമസ്കരിക്കാൻ ഈ പള്ളിയിലേക്ക് വരിക പ്രയാസമാണ്. ഇപ്പൊ തന്നെ പ്രയാസമായിരിക്കും, മദീനയിലുള്ള എല്ലാ ആൾക്കാരും മസ്ജിദ് ഖുബയിൽ പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തണുപ്പ് കാലത്തൊക്കെ രാത്രി ഇരുട്ടത്തൊക്കെ ആളുകൾക്ക് നടക്കാൻ പ്രയാസമായതുകൊണ്ട് അതിന് പരിഹാരമായിട്ട് രണ്ടാമത്തെ ഒരു പള്ളി ഇവിടെ വേണം എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയത്. ഒരു ന്യായം പറഞ്ഞു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് വഹി വരുന്നത്, ഈ പള്ളി നമസ്കരിക്കാൻ പാടില്ല. ആ വഹി കിട്ടിയപ്പോ മദീനയിൽ എത്താൻ കാത്തുന്നില്ല വിശ്വാസം.
അതിന്റെ മുമ്പ് തന്നെ ആളെ പറഞ്ഞിട്ട് അത് പൊളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പള്ളി പൊളിച്ചു കളയുകയും ചെയ്തു. അപ്പൊ എന്താണ് ഈ സംഭവത്തിൽ നിന്ന് ഗുണപാഠം? ആ മസ്ജിദ് ദിറാർ എന്ന് പറയുന്ന പള്ളി അത് ഒരു കുഫറിന് വേണ്ടി, ദീനിനെ പരാജയപ്പെടുത്താൻ വേണ്ടി, മുസ്ലിമീങ്ങളെ നിഫാഖിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ലക്ഷ്യത്തിലുണ്ടാക്കിയതുകൊണ്ട് അവിടെ നിസ്കരിക്കരുത്. നിസ്കാരം നല്ല കാര്യമാണ്. അല്ലാത്ത റസൂൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിവാദത്താണ്. ആ വിവാദത്തായതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഒരു ഫുജൂറിന്റെ സ്ഥലത്ത്, ഒരു നിഫാഖിന്റെ കേന്ദ്രത്തിൽ അത് വേണ്ട എന്ന വാർത്തല വരും. ഇതാണ് 4ാമത്തെ ഫായിദ. 5ാമത്തെ ഫായിദ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത്? മസ്ജിദ് ഖുബയുടെ ഫള്. കാരണം ഈ പള്ളിയിൽ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞത് മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖ്ഖു അൻ തഖൂമ ഫീഹി. തഖ്വയുടെ അടിസ്ഥാനത്തിൽ, ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പള്ളി, അതിലാണ് നമസ്കരിക്കാൻ കൂടുതൽ അർഹമായിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ മസ്ജിദ് ഖുബയുടെ ഫളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം മസ്ജിദ് ഖുബയിലേക്ക് നടന്നുപോയി. അത്യാവശ്യം ദൂരമുണ്ട് മസ്ജിദ് നബവിയിൽ നിന്ന് മസ്ജിദ് ഖുബയിലേക്ക്, കിലോമീറ്ററുകൾ. അത്രയും ദൂരം നടന്ന് അവിടെ പോയി നമസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമസ്കരിക്കുന്നത് ഒരു ഉംറയുടെ പ്രതിഫലമുള്ള കാര്യമാണ്. വീട്ടിൽ നിന്ന് നോക്കുകൊടുത്ത് മസ്ജിദ് ഖുബയിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കുന്നത് ഉംറയുടെ പ്രതിഫലമുള്ള കാര്യമാണ്. 6ാമത്തെ ഫായിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഈ സഹാബിയോട്, ഹൽ കാന ഫീഹാ വസനുൻ യുഅബദ്? ജാഹിലിയ്യ കാലത്ത് ഏതെങ്കിലും വസൻ അവിടെ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്, പരിഹരിക്കാൻ വേണ്ടി അഭിപ്രായം ചോദിച്ചപ്പോൾ. അപ്പോ വസൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? വസൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്ത് വസ്തുവായിരുന്നാലും, ബിംബമായിരുന്നാലും, മരമായിരുന്നാലും, ഖബറായിരുന്നാലും അതൊക്കെ വസൻ എന്ന് പറയാം. സ്വനം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത രൂപങ്ങൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, അതാണ് സ്വനം. പക്ഷെ വസൻ എന്ന് പറയുന്നത് ആമാണ്. വസൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പുറമെ ആരാധിക്കപ്പെടുന്ന എന്തും അത് ഉൾപ്പെടും. അടുത്തൊരു ഫായിദ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ഒരു മാസിയത്ത് ചെയ്യാൻ നേർച്ചയാക്കിയത്, അഥവാ ഈ ഗുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അറക്കാമെന്ന് പറഞ്ഞു, അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അറുത്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അവിടെ ബിംബങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ നേർച്ച തെറ്റാകുമായിരുന്നു. അങ്ങനെ തെറ്റായ നേർച്ചകൾ ഒരാൾ നേർന്നാൽ അത് വീട്ടേണ്ടതില്ല എന്നോട് പറഞ്ഞു. ആ നേർച്ച വീട്ടേണ്ടതില്ല. അത് ഈ ഹദീസ് മനസ്സിലാക്കാം. അപ്പൊ ചില ആളുകൾ ഹറാമ് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കും. തൗഹീദ് മനസ്സിലാക്കുന്നതിന് മുമ്പ് മുശ്രിക്കായിരുന്ന കാലത്ത് ഒരാൾ നേർച്ചയാക്കി ഇന്ന ജാറത്തിൽ പുതപ്പ് മൂടാം, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് എണ്ണ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ നേർച്ചയാക്കി. അങ്ങനെയുള്ള ആള് തൗഹീദ് സ്വീകരിച്ചു, ഇസ്ലാമിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ അവര് ഈ ജാഹിലിയ്യത്തിൽ ചെയ്ത നേർച്ച വീട്ടേണ്ടതില്ല, വീട്ടാൻ പാടില്ല. അതുപോലെ മാസിയത്താണെങ്കിലും, ശിർക്കാവണമെന്നില്ല, മാസിയത്താണെങ്കിലും ഖബർ കെട്ടിപ്പൊക്കാം, പിന്നെ ആ വലിയ ഖബർ കെട്ടിപ്പൊക്കുന്നതിന് സഹായം ചെയ്യാം, അല്ലെങ്കിൽ അതിലും താഴെയുള്ള ഹറാമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു വിദേഹത്തിന്റെ ആളുകൾക്ക് പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ നേർച്ച, ഒരു ഖുറാഫാത്തിന്റെ പള്ളി ഉണ്ടാക്കാൻ നേർച്ച, ആ നേർച്ച വീട്ടേണ്ടതില്ല. അടുത്ത ഫായിദ, 8ാമത്തെ ഫായിദ, അതാണ് ഈ ബാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അഥവാ അള്ളാഹുവിന് പുറമെ ബലിയിറക്കുന്ന സ്ഥലത്ത് ബലിയിറക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്? 3 കാരണങ്ങളുണ്ട്, 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് തശബ്ബുഹാണ്, നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് വ്യക്തമായ വിശ്വാസം വരെ അങ്ങനെ ഇറക്കരുതെന്ന് ഈ ഹദീസിൽ ഹദീസിൽ വരും. മൂന്നാമത്തേത് ഷിർക്കിന്റെ ആ കേന്ദ്രത്തിന് ഒരു ഇഹ്യാ, അതിനെ ജീവിപ്പിക്കുന്ന പരിപാടിയാണ്. അവരുടെ പള്ളി അല്ലെങ്കിൽ അവരുടെ ആരാധനാലയം അതിനെ ഹയാത്താക്കുന്ന പരിപാടിയാണ് അവിടെ പോയി ഇറക്കുന്നത്. 4ാമത്തേത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറക്കുന്ന സ്ഥലമാണ്. 9ാമത്തെ ഫായിദ, ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ ഫത്വയാണ്. ഈ ശിർക്കും ബിദ്അത്ത് നടക്കുന്ന കേന്ദ്രത്തിൽ നമ്മൾ പോയി ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് പള്ളിയാണെങ്കിലോ, ഒരു പള്ളിയിലാണ് ശിർക്ക് നടക്കുന്നത്, പള്ളിയിലാണ് കുഫ്റുപരമായിട്ടുള്ള ഇബാദത്തുകൾ നടക്കുന്നത്, ബിദ്അത്തുകൾ നടക്കുന്നത്. അതുപോലെ ഒരു മഖബറയിൽ, സാധാരണ മുസ്ലിമീങ്ങളുടെ മഖബറ, അതിന്റെ ഉള്ളിൽ ഒരു ഖബർ ആളുകൾ കെട്ടിപ്പൊക്കി അവിടെ ശിർക്കും കുഫ്റും ബിദ്അത്തുകളും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിലോ അവിടെ പോകുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ ശർഈയായ ആവശ്യത്തിന് വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഖബർ സിയാറത്തിന് വേണ്ടി. ഇപ്പൊ നമ്മുടെ ഉമ്മാന്റെ ഖബറുള്ളത് ഒരു മഖബറയിലാണ്, ആ മഖബറയിൽ വേറൊരു ഖബർ ആരാധിക്കപ്പെടുന്നുണ്ട്. നമുക്ക് അവിടെ പോകാൻ പറ്റുമോ? പോകാം എന്നാണ് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. കാരണം എന്താണ്? അസ്ല് അത് ശിർക്കിന്റെ കേന്ദ്രമല്ല, നമസ്കരിക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടാക്കിയ പള്ളിയാണ്, പിന്നെ അത് ശിർക്കിന്റെ കേന്ദ്രമാക്കി മാറ്റിയതാണ്. അതുപോലെ തന്നെ ഈ മഖബറ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. അസ്ലിൽ എല്ലാ മുസ്ലിങ്ങൾക്കും പോയി മരണശേഷം കഴിയാനുള്ള സ്ഥലമാണ്, ശിർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ല. പിന്നെ അവർ കയ്യേറിയില്ല, അതുകൊണ്ട് അവിടെ പോകാം, നമുക്ക് ശർഈയായ സിയാറത്തിന് വേണ്ടി പോകാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ചോദിച്ചല്ലോ, ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് ജാഹിലിയ്യത്തിലെ വല്ല ഈദും നടക്കാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചല്ലോ. അതാണ് അടുത്ത ഫായിദ, 10ാമത്തേത്. ഈദ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈദ് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് മാ ഹവ ഇബാദത്തൻ വ ആദത്തൻ, ഒരു ഇബാദത്തും ആദത്തും കൂടിയതാണ് ഈദ് എന്ന് പറയുന്നത്. അതിൽ ആരാധന ഉണ്ടാവും. ശർഈയായ ഈദിന്റെ ഡെഫിനിഷനാണ്. ശർഈയായ ഇസ്ലാമികമായ ഈദ് അതിന്റെ താരീഫാണ്. മാ ഹവ ആദത്തൻ വ ഇബാദത്തൻ, ഒരു അമലിന് ഒരു ആദത്തും ഉണ്ടാവും ഇബാദത്തും. അപ്പൊ നമ്മുടെ ഈദുൽ അദ്ഹ, ഈദുൽ അദ്ഹയുടെ ഇബാദത്തുണ്ട്, ബലിയിറക്കുന്നുണ്ട്, അതുപോലെ തന്നെ പള്ളിയിൽ നമസ്കരിക്കുന്നുണ്ട്, അതുപോലെ ഈദുൽ ഫിത്തർ നമസ്കാരമുണ്ട്. പിന്നെ ആദത്തായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും. പെരുന്നാൾ ആഘോഷം, പുതിയ വസ്ത്രം എടുക്കും, അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോ കളി തമാശകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള നാട്ടു നടപ്പായിട്ടുള്ള ആഘോഷ പരിപാടികൾ ഉണ്ടാവും. ഇത് രണ്ടും കൂടി കൂടിയതിനാണ് ഇസ്ലാമികമായ ഈദ് എന്ന് പറയുന്നത്. ഇനി ഈദ് രണ്ടു വിധത്തിലുണ്ട്. ശർഈയായ ഈദ് രണ്ടു വിധത്തിലുണ്ട്. ഈദുൻ സമാനി ഈദുൻ മഖാനി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ഈദ്, മറ്റൊന്ന് സമയവുമായി ബന്ധപ്പെട്ട കാലവുമായി ബന്ധപ്പെട്ട. സ്ഥലവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? മസ്ജിദുൽ ഹറാം, അതുപോലെ തന്നെ മസ്ജിദ് നബവി, ഇതൊക്കെ ഒരു ഈദാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തിച്ച് വരുന്നത്. ഈദ് എന്നതിന്റെ ഭാഷയുടെ അർത്ഥം മടങ്ങി വരുന്നത് എന്നാണ് അർത്ഥം. അവിടെ ആളുകൾ എന്ത് ചെയ്യും? പോവും, മടങ്ങി പോകും, വീണ്ടും സന്ദർശിക്കും, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതുപോലെയുള്ള സ്ഥലങ്ങൾക്ക് ഈദ് എന്ന് പറയും. രണ്ടാമത്തേത് നമ്മൾ സാധാരണ പറയുന്ന സമാനിയായിട്ടുള്ള കാലവുമായി ബന്ധപ്പെട്ട വെള്ളിയാഴ്ച ദിവസം, അതുപോലെ തന്നെ ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, ഇത് ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്നു, വർഷത്തിൽ ആവർത്തിച്ചു വരുന്നു. ഇങ്ങനെ രണ്ടു വിധത്തിൽ. ഇനി ഇതൊക്കെ ശർഈയായ ഈദിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ബിദ്ഈയായ ഈദുകൾ അതെന്താണ്? ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ ഏതെങ്കിലും ഒരു സമയത്തെയോ അഥവാ കാലത്തെയോ ബഹുമാനിക്കുന്നതിനാണ് ശർഈകരിച്ചിട്ടില്ല. ശർഈയായിട്ടുള്ള ഈ ഇതിന് പുറമേയുള്ള ഏതെങ്കിലും ഒരു കാലത്തെയോ ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ ആളുകൾ ബഹുമാനിച്ച് അതിനുവേണ്ടി ഒരു ചടങ്ങ് നടത്തിയാൽ അത് ബിദ്ഈയായ ഈദാണ്, ഹറാമാണ്, കാര്യം ചെയ്യാൻ പാടില്ല. ഉദാഹരണം, ഈ കിതാബില് ഷർഹ് ചെയ്തിട്ടുള്ള അബ്ദുൽ മുസയ്യിബ് ഇബ്നു ബാസിന്റെ വളരെ മുതിർന്ന ഒരു ശിഷ്യനാണ്. അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങൾ മൗലിദ് ആഘോഷം, അതുപോലെ ഷഅബാൻ 15 രാത്രി ബറാഅത്ത് രാവ് ആഘോഷം. കാരണം ആ ദിവസം എല്ലാ വർഷവും ആവർത്തിച്ച് ഷഅബാൻ 15 ഒരു വർഷം ചെയ്യും, അടുത്ത വർഷം ചെയ്യും, അങ്ങനെ. അതുപോലെ തന്നെ അയാദ് തവല്ലി സലാത്തീൻ, രാജാക്കന്മാർ അധികാരത്തിൽ വന്ന ദിവസം, നാഷണൽ ഡേ എന്നുകൊണ്ട് ആഘോഷിക്കും, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. അതൊക്കെ ആ ദിവസത്തെ ആദരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. എല്ലാ വർഷവും ആ ദിവസത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആഘോഷിക്കുന്നതാണ്. ഇത് ബിദ്അത്താണ്. കാരണം എന്താണ്? ഫഇന്നൽ അയാദ മിൻ അഅ്ളമി ശആഇരി അശ്ശറാഇഅ്, ശരീഅത്തുകളുടെ, മതങ്ങളുടെ ഏറ്റവും വലിയ ശിആറിൽപ്പെട്ടതാണ് ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ഓരോ മതക്കാർക്കും ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ശിആർ, അവരുടെ മതത്തിന്റെ ഒരു ചിഹ്നം അവരുടെ ആഘോഷങ്ങളായിരിക്കും. ചിലപ്പോൾ ഇബാദത്തുകൾക്കാളും ആളുകൾ പ്രാധാന്യം കൊടുക്കുക അവരുടെ ഈദുകൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഈദുകൾ, ഇസ്ലാം അംഗീകരിക്കാത്ത ഈദുകളൊന്നും ആഘോഷിക്കാൻ പാടില്ല. അത് ബിദ്അത്താണ്. ഇനി ഒരു മസല ഇവിടെ പറയേണ്ടതുണ്ട്. ഇപ്പൊ ചില ദിവസങ്ങൾ പ്രത്യേകം നിശ്ചയിച്ചിട്ട് അന്ന് ആളുകൾ വർഷാവർഷം ഒരുമിച്ച് കൂടി ചില ചടങ്ങുകളൊക്കെ ചെയ്യും. ഉദാഹരണത്തിന് പിന്നെ അറബ് രാജ്യങ്ങളിലൊക്കെ ചെടികൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നിശ്ചയിച്ച് ചില നാടുകളിലൊക്കെ ദിനാചരണം അവർ നടത്തുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? അവിടെ ചെടികൾ പിടിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം അവർ തീരുമാനിച്ചു. ആ ദിവസത്തിന് പ്രത്യേകിച്ച് ഒരു ബഹുമാനം കൊടുക്കുന്നില്ല. ഉദാഹരണത്തിന് അത് എല്ലാ വർഷവും റബീഉൽ അവ്വൽ 1-നാണെന്ന് വിചാരിക്കുക. ആ റബീഉൽ അവ്വൽ 1 എന്ന ദിവസത്തിന് ആരുടെയെങ്കിലും ജനനമായിട്ടോ മരണമായിട്ടോ അല്ലെങ്കിൽ രാജാവ് അധികാരം തുറന്നായിട്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരാൾ ചെടി നട്ടതോ ഇങ്ങനെ ഒന്നും അതിൽ ബന്ധമില്ല. ഇങ്ങനെ ഒരു പ്രത്യേക ദിവസത്തിനില്ല. എല്ലാവരുടെ സൗകര്യത്തിനൊരു ദിവസം തീരുമാനിച്ചു എന്ന് മാത്രം. ആ ദിവസത്തെ അവർ ബഹുമാനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് പറ്റും എന്ന് ഒരു വിഭാഗം അഭിപ്രായമാണ്. ഇത് ഇഖ്തിലാഫുൽ മസ്അല, അത് പറ്റുമായി. പക്ഷെ ആ ദിവസത്തിന് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ അധ്യാപക ദിനം എന്നൊരു ദിനമുണ്ട്. അതൊരു മനുഷ്യൻ ജനിച്ച ദിവസമാണ്. അതൊരിക്കലും പാടില്ല, കാരണം ആ ദിവസത്തെ ബഹുമാനിക്കുന്നത്. മറ്റേതെങ്ങനെയായിരിക്കും? ചിലപ്പോൾ അവരുടെ സൗകര്യത്തിന് അടുത്ത വർഷം ഒരു മാറ്റം. ഈ വർഷം റബീഉൽ അവ്വൽ 1, അടുത്ത വർഷം വേറെ തടസ്സം വന്ന നമുക്ക് ജമാഅത്തുൽ പോലെ 2 എന്ന് പറയും. അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് ഇങ്ങനെ ജനനവും മരണവും ആയിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങൾക്ക് ഒരു മാറ്റാൻ സാധിക്കില്ല. അങ്ങനെയുള്ളതാണ് ബിദ്അത്ത് ഈദ്. 11ാമത്തെ ഫായിദ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഈദുകൾ, ബിദ്അത്തായ ഈദുകൾ അദ്ദേഹം പറയുന്നു അത് ഒരിക്കലും ആഘോഷിക്കാൻ പാടില്ല. കാരണം അതിന്റെ ഉപദ്രവങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ബിദ്അത്താണ്. രണ്ടാമത്തേത് വലിഅന്ന തഅദീമൽ അയാദിൽ മുഖ്തറഅ, ഈ മുക്തനായിട്ടുള്ള ഈദുകൾ, ആഘോഷങ്ങൾ, ഇതെന്ത് ചെയ്യും? യൻഖുസു മിൻ തഅദീമിൽ അയാദിൽ ദീനിയ്യ, ദീനിയായ ഈദുകളുടെ വിലയില്ലാതെ. അത് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് മറ്റു പല ആഘോഷങ്ങളും
ദേശീയ ആഘോഷം, അങ്ങനെയുള്ള ആഘോഷം, ഇങ്ങനെയുള്ള ആഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആവശ്യത്തോടെ എല്ലാവരും ഇതിൽ പങ്കെടുക്കും. അതിന്റെ ബലം കൂടുന്നതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന മുസ്ലിമീങ്ങൾ, അതിന്റെയൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് പെരുന്നാളിന് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മക്കളുടെ മനസ്സിൽ നമ്മുടെ ശറഈയായ ഈദിന്റെ വില കുറയും. സ്വാഭാവികമായിട്ടും ദീനിനോടുള്ള വില കുറയും. നേരെ മറിച്ച് ശറഈയായ ഈദുകൾ പെരുന്നാൾ ദിവസം നമ്മൾ പരമാവധി ആഘോഷിക്കും. അത് നമ്മൾ വിളിച്ചു വരുന്ന ഒരു കാര്യം. നിങ്ങൾ നോക്കും, ഇവിടെ നടക്കുന്ന മറ്റുള്ളവരുടെ ഈദുകളെക്കാളും വലിയ ആഘോഷ പരിപാടികൾ നമ്മുടെ ഈദിന് വേണം. അതാരും ചെയ്യൂല. ഹലാലായ മാർഗത്തിൽ അവർ ചെയ്തതിനേക്കാൾ വലിയ ആഘോഷ പരിപാടികൾ നമ്മൾ നടത്തണം. നബി സഹാബത്തും പെരുന്നാൾ ദിവസം കളിക്കാറുണ്ടായിരുന്നു, പല വിനോദങ്ങളും ഏർപ്പെടാറുണ്ടായിരുന്നു. നമ്മൾ പള്ളിയിൽ നമസ്കരിക്കും, ഓരോരുത്തരവരുടെ വഴിക്ക് പോകും. അങ്ങനെയല്ല ഈദ് ആഘോഷിക്കേണ്ടത്. മുസ്ലിമുകളൊക്കെ ഒന്നിച്ച് അവർക്ക് പറ്റുന്ന ഹലാലായ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത്. അടുത്ത ഫായദ 11-ാമത്തേത്, ശിർക്ക് നടക്കുന്ന സ്ഥലങ്ങളിൽ അറുക്കുന്നത് ഹറാമാണ്. പക്ഷെ ആ അറുത്ത ജന്തു, ആ മൃഗം, അതിന്റെ ഇറച്ചി തിന്നാൻ പറ്റുമോ? തിന്നാം, അത് ജായിസാണ്. കാരണം അള്ളാഹു വേണ്ടിയാണ് അറുത്തിട്ടുള്ളത്. ആ ചെയ്ത രീതി തെറ്റാണെന്ന് മാത്രം. പക്ഷെ ആ ഇറച്ചി വിഗ്രഹത്തിന് വേണ്ടി അർത്ഥമല്ലാത്തത് കൊണ്ട് ആ മാംസം കഴിക്കുന്നത് ഹലാലാണ്. 12-ാമത്തേത് ഫായദ, ഈ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് വേണ്ടി അറുക്കുക എന്നുള്ളത് അത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന കാര്യമാണ് പഴയ കാലത്ത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇന്നത്തെ സൗദി അറേബ്യ നജ്ദിൽ ഒരു 200 വർഷം മുമ്പ് ഓരോ വീട്ടിലും അവരുടെ പറമ്പിൽ അറക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവും. അവരുടെ രൂപം കൂടി ഔലിയാക്കന്മാരും കൂടി അറക്കാൻ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹി കിതാബ് എഴുതിയിട്ടുള്ള മഹാൻ, അദ്ദേഹത്തിന്റെ ദഅവത്തിന് ശേഷം അത് നീങ്ങിപ്പോയി. ഇപ്പൊ നമുക്ക് ആ രാജ്യത്ത് പോയാൽ എവിടെയും അങ്ങനെ ഒരു സംഗതി കാണാൻ സാധിക്കുകയില്ല. 13-ാമത്തെ ഫായദ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നസ്രാനികളുടെ ചർച്ചിൽ പോയി നമസ്കരിച്ചതായി ഒരു സംഭവം ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഒന്നാമത് അതിന്റെ സനദ് ദുർബലമാണ്. ആ സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ സഹീഹായ സനദോടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഇവിടെ അദ്ദേഹത്തിന്റെ അത്ര നമ്മൾ പറഞ്ഞില്ല, കാഫിറുകളുടെ ആരാധനാലയങ്ങൾ പ്രവേശിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ അദ്ദേഹം അവിടെ പോയി നമസ്കരിക്കുക എന്നുള്ളത് വളരെ വിദൂരമാണ്, അത് സാധ്യത കുറവാണ്, അതിന്റെ സനദ് ദഈഫാണ്. ഇനി അഥവാ അങ്ങനെ അദ്ദേഹം പോയിട്ടുണ്ട് സങ്കല്പിച്ചാൽ തന്നെ അതിന്റെ കാരണം എന്തായിരിക്കാം? ഒന്ന് ദറൂറത്തായിരിക്കാം, നമസ്കരിക്കാൻ ഒരു സ്ഥലം കിട്ടിയിരിക്കുകയില്ല. കാരണം നമുക്കറിയാം, ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിക്കുന്ന സമയത്ത് കുറെ കാലം നസ്രാനികൾ ഭരിച്ചിട്ട് അവരുടെ കയ്യിൽ മോചിപ്പിക്കാം. ആ സമയത്ത് ഒരുപക്ഷെ അവിടെ പള്ളികൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ അവിടെ നമസ്കരിച്ചിരിക്കാം. രണ്ടാമത്തെ ഒരു സാധ്യത ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, നസ്രാനികളുടെ ആരാധനാലയങ്ങളിൽ, അവരുടെ കനീസകളിൽ പഴയ കാലത്ത് നമസ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ നമസ്കാരം എന്ന ഇബാദത്ത് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോ ശിർക്കിന്റെ ഒരു കേന്ദ്രമായിരുന്നില്ല അവരുടെ കനീസകൾ. പണ്ടുകാലത്ത് അവരുടെ മനസ്സിൽ ശിർക്കുണ്ട്, കുഫ്റുണ്ട്, അള്ളാഹുവിന് സന്താനമുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പള്ളികളിൽ വെച്ച് അവർ ചെയ്യാറുള്ളത് നമസ്കാരമായിരുന്നു. നമ്മുടെ നമസ്കാരത്തിന് ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സ്വലാത്ത് എന്ന് പറയുന്ന പരിപാടി അവർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കനീസ എന്തല്ല ശിർക്കിന്റെ കേന്ദ്രമായിരുന്നില്ല. അതുകൊണ്ടാണ് നമസ്കരിച്ചത് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അഅലം. അടുത്ത ബാബ് പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത അധ്യായം ബാബുൻ മിനശ് ശിർക്കി അന്നദ്റു ലിഗൈരില്ലാഹ്. ആവനെ കുറിച്ച്, ബലിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം നേർച്ചയെ കുറിച്ചാണ് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, വിശ്വാസികളുടെ സഹാബി ചോദിച്ചത്, ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, അറക്കാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട് എന്നാ പറയും. അപ്പൊ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നേർച്ച എന്ന് പറഞ്ഞാൽ നേർച്ച എന്ന് പറയുന്നത് യൻദുറു എന്ന് പറയുന്ന അറബി വാക്കിന്റെ രൂപമാണ്, അതിന്റെ മസ്ദറാണ്. അതിന്റെ നിർവചനമായിട്ട് ഉലമാക്കൾ പറയുന്നത്, ഔജബ അലാ നഫ്സിഹി ശൈഅൻ ലം യകുൻ വാജിബൻ അലൈഹി ശറഅൻ തഅദീമൻ ലിൽമൻദൂരി ലഹു. ഔജബ അലൈഹി, ഒരാള് തനിക്ക് തന്നെ നിർബന്ധമാക്കി, വാജിബാക്കി, ശൈഅൻ ലം യകുൻ വാജിബൻ അലൈഹി ശറഅൻ, ശറഈയായിട്ട് അവൻ വാജിബായിരുന്നില്ലാത്ത ഒരു കാര്യം, വാജിബായിരുന്നില്ല. തഅദീമൻ ലിൽമൻദൂരി ലഹു, ആർക്ക് വേണ്ടിയാണോ നേർച്ചയാക്കിയത് അവനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇത് ചെയ്തത്. ഒരാളെ ബഹുമാനിച്ചിട്ട്, ഒരാളുടെ തൃപ്തിക്ക് വേണ്ടി, ഒരാളോട് അടുക്കാൻ വേണ്ടി
ശറഈയായിട്ട് നമുക്ക് വാജിബല്ലാത്ത ഒരു കാര്യം നമ്മൾ വാജിബായി പ്രഖ്യാപിക്കുക, അതാണ് നേർച്ച എന്ന് പറയുന്നത്. നേർച്ചയെ കുറിച്ചുള്ള ഈ അധ്യായത്തിൽ 2 ആയത്തുകളും ഒരു ഹദീസുമാണ് ഇബ്നു വഖാബ് റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നത്. ആയത്ത് ഒന്നാമത്തേത് ഇതാണ്, ഖൗലുല്ലാഹി തആല വയൂഫൂന ബിന്നദരി. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞ, സ്വർഗ്ഗാവകാശികളെ കുറിച്ച് പറഞ്ഞ ആയത്താണ്. യൂഫൂന ബിന്നദർ, അവർ നേർച്ച കൂട്ടുന്നവരാണ്. അതുപോലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ അൻഫഖതും മിൻ നഫഖത്തിൻ, നിങ്ങൾ എന്ത് വസ്തു എന്തൊരു കാര്യം ചെലവഴിച്ചാലും ഔ നദർതും മിൻ നദരിൻ, അല്ലെങ്കിൽ ഒരു നേർച്ച നിങ്ങൾ നേർന്നാൽ ഫഇന്നല്ലാഹ യഅലമുഹു, അല്ലാഹു തആല അത് അറിയും. അല്ലാഹു അത് അറിയുന്നുണ്ട്, അഥവാ അവന് പ്രതിഫലം നൽകുന്നുണ്ട് എന്നാണ്. കാരണം അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. നേർച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ദാനം അല്ലാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട്. وفي صحيح عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال: من نذر أن يطيع الله فليطيعه. ആരാണോ അല്ലാഹുവിനെ അനുസരിക്കണം എന്ന് നേർച്ചയാക്കിയത്, അഥവാ ഒരു പുണ്യം ചെയ്യാമെന്ന് നേർച്ചയാക്കിയത്, ഫലയുതിഉഹു, ആ പുണ്യകർമ്മം ചെയ്യട്ടെ. ومن نذر أن يعصي الله فلا يعصيه. അല്ലാഹുവിനെ ധിക്കരിക്കാൻ ആരെയും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, ഹറാം നേർച്ചയാക്കിയാൽ അത് വീഴേണ്ടതില്ല. ഇവിടെ നമ്മൾ ഖുർആൻ സുന്നത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, നേർച്ച 2 വിധത്തിലുണ്ട്. ഒന്ന് നിർബന്ധമായ നേർച്ചയുണ്ട്, നിർബന്ധമായ നേർച്ചയുണ്ട്, ശറഅ് കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ വിലക്കിയിട്ടുള്ള നേർച്ചയുണ്ട്. ഈ 2 രൂപത്തിലുള്ള നേർച്ചയാണെങ്കിലും അത് വീട്ടിൽ നിർബന്ധമാണ്. ഒരാൾ നേർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കാര്യം ചെയ്യണം, അത് ഞാൻ എനിക്ക് നിർബന്ധമാക്കിയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അത് മാസിയത്തല്ലെങ്കിൽ ചെയ്യൽ നിർബന്ധമായി. ഇനി അത് തന്നെ 2 എണ്ണമാണ്, ശറഅ് കൽപ്പിച്ചതുകൊണ്ട് വിലക്കിയതുകൊണ്ട്. കൽപ്പിച്ച നേർച്ച എന്താണ്? ഒന്ന്, ഹജ്ജിന്റെ സമയത്ത് ഒരാൾ തമത്വമായിട്ട് ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ, തമത്വമായിട്ട് ഹജ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അറവ്, നമുക്കറിയാം ഹജ്ജിന്റെ 3 രൂപങ്ങളുണ്ട്, തമത്വം, ഖിറാൻ, ഇഫ്റാദ്. അതിൽ ഏറ്റവും പതിലുള്ള രൂപമാണ് തമത്വം എന്ന് പറയുന്നത്. അത് ഹജ്ജിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒരേ സമയത്ത് തന്നെ ഹജ്ജ് ഉംറ ഒന്നിച്ച് ചെയ്യും. അപ്പൊ അതിനുള്ള ഒരു എന്താ പറയാ, ഇങ്ങനെ 2 കർമ്മങ്ങൾ ഒന്നിച്ച് ചെയ്ത് ഈ ആനുകൂല്യം എടുക്കുന്നതുകൊണ്ട്, ഒറ്റ യാത്ര കൊണ്ട് 2 കൂലി കിട്ടുന്നത് കൊണ്ട് അതിനുള്ള പകരമായിട്ട്, അതിനുള്ള ഒരു നന്ദിയായിട്ട് ഒരു അറവ്, ഒരു മൃഗത്തെ അറക്കണം. നമ്മളതെല്ലാം പൈസ കൊടുത്ത് അറക്കുന്നുണ്ട് സാധാരണ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ. ഇപ്പോ അറക്കുന്ന കാര്യം അറക്കുന്നവൻ അറിയുന്നില്ല എന്ന് മാത്രം, ഏതായാലും അറവോടെ അറക്കുന്നത്. അപ്പൊ ഇത് നിർബന്ധമാണ്, ഇതൊരു നേർച്ചയാണ്. അയാൾ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, അഥവാ ഹജ്ജിന് ഒരാൾ ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ നേർച്ചയായി മാറി. അപ്പൊ ഹജ്ജിന് തമത്വമായിട്ടുള്ള ഹജ്ജിന് ഒരാൾ ഇഹ്റാം ചെയ്തു, ഹജ്ജിന് പോകാൻ പറ്റില്ല വിചാരിക്കാം, അവന്റെ അറവ് അവന് ബാധ്യതയാണ്, നേർച്ചയാണ്, മുമ്പ് നിർബന്ധമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഉദ്ഹിയ്യത്ത്. ഒരാൾ ഉദ്ഹിയ്യത്തിന് തീരുമാനിച്ചു, ഒരു മൃഗത്തെ തടയുകയും ചെയ്തു, പിന്നെ ആടിനെ ഞാൻ ഇറക്കാൻ പോകേണ്ടത് പ്രഖ്യാപിച്ചു. ആ ആട് ചത്തുപോയി, എനിക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചു, അവന് ഒരാടിനെ ഇറക്കൽ നിർബന്ധമായി. അതുപോലെ തന്നെ ചില ഉലമാക്കള് അഖീഖയും ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അഖീഖക്ക് ഒരാൾ തഅയീൻ ചെയ്താൽ, ഇന്ന ആടിനെ ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അവൻ പിന്നെ ആടിനെ ഇറക്കൽ നിർബന്ധമായി, ആടിനെ ഒഴിവാക്കാൻ പറ്റൂല. രണ്ടാമത്തേത് ശറഅ് കൽപ്പിച്ചിട്ടില്ലാത്ത നേർച്ച. അതെന്താണ്? ഒരാൾ പറയാണ്, എന്റെ രോഗം മാറിയാൽ ഞാൻ ആടിനെ ഇറക്കിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. അത് ശറഅ് കൽപ്പിച്ചിട്ടില്ല, അത് മാത്രമല്ല വിലക്കിയിട്ടുള്ളതാണ്. ചില ഉലമാക്കൾ കറാഹത്താണെന്ന് പറഞ്ഞു, ചിലത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഹറാമെന്നാണ് പറഞ്ഞത്. കാരണം വിശ്വാസങ്ങൾ നേർച്ചയെ കുറിച്ച് പറഞ്ഞു, ഇന്നഹു ലാ യഅതി ബിഖൈർ, നേർച്ച കൊണ്ടൊരു ഖൈറും കിട്ടാൻ പോകുന്നില്ല. വഇന്നമാ യുസ്തഖ്റജു മിനൽ ബഖീൽ, പിശുക്കന്റെ പണം പുറത്തായി കിട്ടും, അത് പോക്കറ്റിൽ നിന്ന് പുറത്തു വരും എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഈ രീതിയിലുള്ള ശർത്ത് പറഞ്ഞിട്ടുള്ള നേർച്ചയെ കുറിച്ചാണ്. ഇനി അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച ചെയ്യുന്നത് എന്താണ്? ശിർക്കാണ്. കാരണം അള്ളാഹുക്ക് വേണ്ടി ചെയ്യാനുള്ള കൽപ്പന വന്നാൽ അത് ഇബാദത്താണ് മനസ്സിലാക്കും. അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ അത് ശിർക്കാണ്. ഇനി എന്തുകൊണ്ടാണ് നേർച്ച നേരാൻ പാടില്ല? ഈ പറഞ്ഞ രൂപത്തിലുള്ള ഹജ്ജിന്റെയും അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തിന്റെയും അവസരത്തിലല്ലാതെ നേർച്ച നേരാൻ പാടില്ല എന്നുള്ള മക്കൾ പറയാനുള്ള കാരണം, അവർ ചില കാരണങ്ങൾ പറയുന്നത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹു തആല ചില ആളുകളെ കുറിച്ച് പറഞ്ഞു, അവരുടെ സ്വഭാവം എന്താണ്? അഖ്സമു ബില്ലാഹി ജഹദ ഈമാനി, അവര് സത്യം ചെയ്ത് പറയും, വല്ലാഹി എന്ന് പറഞ്ഞിട്ട് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. ലഇൻ അമർതഹും ലയഖ്റുജുന്ന,
യുദ്ധത്തിനുള്ള കൽപ്പന കിട്ടിയാൽ ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാം, ജിഹാദ് ഞങ്ങൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് ജിഹാദ് ഒരു നേർച്ചയായി സുന്നത്തായ ജിഹാദ്. നീ പറയുക നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല, നിങ്ങളോട് യുദ്ധത്തിൽ ഇറങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ പോയാൽ മതി, നേരത്തെ കൂടി നേർച്ചയാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇതാണ് ശിവസ്ഥാനത്തിന്റെ തെളിവാക്കി. അതുപോലെ തന്നെ മറ്റൊരു കാരണം, ഒരു അടിമ ആഫിയത്താണ് ആഗ്രഹിക്കേണ്ടത്. നമുക്ക് ബാധ്യതകൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. കഴിയുന്ന പുണ്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ബാധ്യതകൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നേർച്ചയാക്കി മരിച്ചു പോയാലും അത് കടായി, നമ്മുടെ അന്തരാവകാശികൾക്ക് ബാധ്യതയായി. മറന്നുപോയാലോ അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധ കൊണ്ട് വിട്ടുപോയാലോ അത് പിന്നെ നമുക്ക് ബാധ്യതയായി. അപ്പൊ നമ്മുടെ ബാധ്യതകൾ കൂട്ടാനല്ല കുറക്കാനാണ് ഒരു മുസ്ലിം ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ നേർച്ചയിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ കുദറത്തിനെ ചോദ്യം ചെയ്യുന്ന ചെറിയൊരു സ്വഭാവം ആ നേർച്ചയിൽ. രോഗം മാറിയാൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അപ്പോ അള്ളാഹ്ക്ക് രോഗം മാറ്റാൻ കഴിയോ ഇല്ലേ എന്നുള്ള ഒരു ചെറിയ ഒരു അള്ളാഹുവിന്റെ ഖദറിനെതിരെയുള്ള ഒരു വെല്ലുവിളി അതിലുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഈ നേർച്ച ഹറാമാണെന്ന് ഇബ്നു തൈമിയ്യയും അതുപോലെ മക്റൂഹാണെന്ന് മറ്റു പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്. ഇനി മഅസിയത്തായിട്ടുള്ള നേർച്ചയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു ഹറാമ് ചെയ്യാൻ നേർച്ചയാക്കിയവരാണ്, അത് നമ്മൾ പറഞ്ഞു അത് വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിന് കഫാറത്തുണ്ടോ, പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് പല ഉലമാക്കളും അതാണ് അഭിപ്രായപ്പെട്ടുള്ളത്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് അതിന് ഒരു കഫാറത്തും ഇല്ല എന്നാണ്. ഇനി ഈ ഷർത്ത് വെച്ചിട്ടുള്ള നേർച്ച നമ്മൾ പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല, രോഗം അറിയാൻ ഇങ്ങനെ ചെയ്യാമെന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഒരാൾ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിലോ അത് വീട്ടിൽ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് നിർബന്ധമാണ്, യാതൊരു സംശയവുമില്ല. നേർച്ച വീട്ടിൽ നിർബന്ധമാണ്. ഇതാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഉള്ള അധ്യായം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അല്ലാഹു തആല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.